ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വെനസ്ഡേ എത്തിയിരിക്കുകയാണ് നമ്മളുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ദിവസമാണല്ലോ. അപ്പോൾ എന്തെങ്കിലും നല്ല ഒരു DIY ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം, കൂടുതലിഷ്ടം. പക്ഷേ നല്ല പ്രോഡക്റ്റ്സ് വരികയാണെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ എന്തായാലും ഒരു DIY എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു സുഖമുണ്ട്. നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഒന്ന് വേറെയല്ലേ. നമുക്കൊന്നും പേടിക്കണ്ട. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ സൂക്ഷിക്കാനായിട്ട് വളരെ വളരെ എളുപ്പമാണ്. പിന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും കമ്പനി പ്രോഡക്റ്റ്സ് ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിലും നമ്മളൊരു പാച്ച് ടെസ്റ്റ് എപ്പോഴും ചെയ്യുന്ന നല്ലതാണ്. നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നതാണോ എന്ന് അറിയാനായിട്ട് ചെറുതായിട്ട് ഒന്നുകിൽ ചെവിയുടെ ഈ ഭാഗം അല്ലെങ്കിൽ കൈയുടെ ഈ ഭാഗത്തൊക്കെ പുരട്ടി ഒരു 2-3 മണിക്കൂറെങ്കിലും വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഒരു അലർജി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ DIY എന്തായിരിക്കും എന്ന് ഞാൻ പറയട്ടെ. അതായത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കുകളുണ്ടോ, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ജെൽസ് ഉണ്ടോ, അങ്ങനെയെല്ലാം കുറേ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ഇതൊരു ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ജെല്ലാണ്. ഈ ജെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിലുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളായ അപ്പോൾ പിഗ്മെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, പിന്നെ അവിടെ ഉള്ള കറുത്ത പാച്ചസ്, പിന്നെ എന്താ പറയുക സൺ ടാൻ, സൺ ബേൺ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, പിന്നെ സ്കിൻ ടൈറ്റനിങ്, ഒത്തിരി കാര്യങ്ങൾ, സ്കിന്നൊക്കെ കുറച്ചുകൂടെ ടൈറ്റായി, അതായത് ഒരു ആൻറ്റി ഏജിങ് ഇഫക്റ്റ്, അതാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഈവൻ ടോൺ, മുഖത്ത് പല സ്ഥലത്തും പല കളറിൽ വരുന്ന സ്കിന്നിൻ്റെ ആ ടോണെല്ലാം മാറ്റി ഏകദേശം എല്ലാം ഒരുപോലെ ആക്കി തരുന്ന ഒരു ജെല്ലാണ് ഞാൻ പറഞ്ഞുതരാൻ പോണേ. ഈ ജെല്ല് എല്ലാ ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കുറേ നാൾ മുന്നേ എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്യൂട്ടി വ്ളോഗ്സ് തുടങ്ങിയ സമയത്ത് ഞാനൊരു സ്കിൻ ടൈറ്റനിങ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. എന്താണത്? മുട്ടയുടെ വൈറ്റ്. അപ്പോൾ മുട്ടയുടെ വൈറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ അതേപോലത്തെ ഇഫക്റ്റ് കിട്ടും നമ്മളുടെ ഈ ഒരു ജെല്ല് ഉപയോഗിച്ച്. അപ്പോൾ മുട്ട ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ ഒരു ജെല്ല് കറക്റ്റായിട്ടൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതെന്താണെന്ന് തന്നെ ഫ്ലാക്സീഡിൻ്റെ ജെല്ലാണ്. ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണിച്ചു തരട്ടെ. ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കടകളിലും മിക്കവാറും പ്രൊവിഷൻ സ്റ്റോഴ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക. ഫ്ലാക്സീഡ് ഓർഗാനിക് 100% ഓർഗാനിക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഉള്ളിലേക്ക് കഴിച്ചാൽ നല്ലതാണ്, വളരെ വളരെ നല്ലതാണ്. നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്ക്, ഹോർമോൺ ഇംബാലൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം വളരെ ഇഫക്റ്റീവാണ്. പിന്നെ വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീടൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ ഫ്ലാക്സീഡ്. കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഞാനൊരു പാത്രത്തിലിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതിങ്ങനെ ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മുടെ മുതിരയില്ലേ, മുതിര, ഹോസ് ഗ്രാം, അതുപോലെ അതിനെക്കാട്ടിലും കുറച്ചുകൂടി ചെറുതാണെന്ന് മാത്രം. കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും. ഇതിൻ്റെ മലയാളം പേര് ചണവിത്ത് എന്നാണ്, ചണവിത്ത്. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ഉള്ളിലേക്ക് കഴിച്ചാൽ നല്ലതാണ്, മുഖത്ത് പുരട്ടിയാൽ നല്ലതാണ്, തലമുടിയിൽ പുരട്ടിയാൽ നല്ലതാണ്, സ്കിന്നിൽ എവിടെ പുരട്ടിയാലും നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പവർ ഹൗസ് ഓഫ്, ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ പറയാറുണ്ട് പവർ ഹൗസ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് എന്ന്. അതുപോലെ ഇതും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ്, പിന്നെ വൈറ്റമിൻ ഇ, പിന്നെ പലതരം മിനറൽസ്, ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സമ്പൂർണ്ണമായ കാര്യമാണ് ഫ്ലാക്സീഡ്. വലിയ വിലയൊന്നുമില്ല, വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഉപയോഗിക്കാം. ഇതിൻ്റെ പൗഡർ ഫോമിലുള്ള കാര്യങ്ങൾക്ക് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ജെല്ലെന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നതിന് ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. 2 രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഒരു ലിക്വിഡ് പോലെ വരും. ഇതിങ്ങനെ കുറച്ച് നേരം വെള്ളത്തിൽ തിളപ്പിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ എന്താ പറയുക, എഗ് വൈറ്റ് പോലെ ആകും. അത് അരിച്ചെടുത്തിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നമുക്ക് ഒരാഴ്ച വരെ കേടാകാതെ സൂക്ഷിച്ച് വയ്ക്കാം. അതാണ് ഒരു കാര്യം. ഓക്കെ, അതല്ലെങ്കിൽ ഓവർനൈറ്റ് തലേ ദിവസം വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഈ ജെല്ല് പോലെ ഇതിങ്ങനെ ഫോം ആയിരിക്കും. അന്നേരം അരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ 2 രീതിയിലും ചെയ്യാം. ആ ജെല്ലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഈ അലോവേറ ജെല്ലെന്നൊക്കെ പറയുന്ന പോലെ ഫ്ലാക്സീഡിൻ്റെ ജെല്ല്, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടാലോ? അപ്പോൾ നമ്മളിനി ഫ്ലാക്സീഡ് ജെൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് ഫ്ലാക്സീഡ്. ഞാൻ പറഞ്ഞതിനെ കുറച്ചുകൂടെ ക്ലോസറായിട്ട് കാണിച്ചു തരാമെന്ന്. ഇത് നമ്മുടെ മുതിര പോലെയൊക്കെ ഇരിക്കും ഏകദേശം, ഹോസ് ഗ്രാം. പക്ഷേ അതിനെക്കാട്ടിലും കുറച്ച് സ്മോളർ വേർഷൻ. നല്ല രസമാണ് ഇത് കാണാനും, നല്ല സ്മൂത്ത്. ഇത് നല്ല ഷൈനിങ് ആണല്ലോ. ഇതിന് നല്ല ഓയിൽ കണ്ടൻ്റ് ഉള്ളതാണ്, അതാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ട് ഇത് മോയ്സ്ചറൈസ് ചെയ്യും നമ്മളെ. ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ ഒരു നല്ല ഉറവിടമാണ്. അപ്പോൾ ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് മുന്നേ ഇത് കണ്ടോളൂ, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം അടുപ്പ് കത്തിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. തിള വരുന്ന സമയത്ത് ഫ്ലാക്സീഡ് 2 ടേബിൾ സ്പൂൺ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങി. ഇനി ഇതിലേക്ക് ഫ്ലാക്സീഡ് 1, 2, അങ്ങനെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് എന്നിട്ട് നമ്മുടെ തടിത്തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയാൽ മതി. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കുക.
ഒരു 5 മുതൽ 10 മിനിറ്റ്, 5 അല്ല, ഒരു ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും തിളയ്ക്കും. അത് കഴിയുമ്പോൾ ഇതിൻ്റെ മേളിലിങ്ങനെ ഒരു പത പോലെ വരും. അങ്ങനെ പത വരുന്നത് വരെ ഇത് തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ള പോലെയുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ അലോവേറ ജെല്ലൊക്കെ പോലെ ഇങ്ങനെ ഒട്ടുന്ന രീതിയിൽ സ്റ്റിക്കി ഒരു കാര്യമായിട്ട് മാറും. പത വരും. ഇപ്പം നോക്കിയേ, പത പോലെ ഇങ്ങനെ പാട മാതിരി ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ടോ? ഇതാണ് ഒരു പാകം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഫ്രോത്തിയായി മാറി, വൈറ്റ് കളറിലിങ്ങനെ പത വന്നില്ലേ, തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും ആ ടെക്സ്ചറിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി ഇത് തിക്കാകും. അതുകൊണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നു. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു തുണി ആയാലും കുഴപ്പമില്ല, അതിനകത്തേക്ക് ഒഴിക്കാം. എന്നിട്ട് നമ്മൾക്കിതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നോക്കിയേ, സ്റ്റിക്കി ഏതാണ്ട് ഇങ്ങനെ പശ മാതിരി തോന്നും. താഴെ കംപ്ലീറ്റ് അതിൻ്റെ സത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഈ അടിഭാഗം കാണുമ്പോൾ അറിയാമല്ലോ, അത് ഇങ്ങനെ വീഴുന്നുണ്ടോ? ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ. ഇതിന്ന് തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി തിക്കാകും, പശ പോലെ ആകും. നമ്മുടെ എഗ് വൈറ്റ് ഇല്ലേ, മുട്ടയുടെ വെള്ള പോലെ ആ ഒരു ടെക്സ്ചറിലേക്ക് വരും. കണ്ടോ, ഇതാണ് സംഭവം. തണുക്കുന്തോറും ഇത് തിക്കായിക്കൊണ്ടേയിരിക്കും. ഇത് ഇപ്പോൾ നന്നായിട്ട് തണുത്തു. നോക്കിയേ, ജെല്ലി പോലെ ആയി. ഇതാണ് ഒരു ജെല്ലി ടെക്സ്ചറാണ്. ഇതാണ് സംഭവം, നമ്മളുടെ ജെൽ, ഫ്ലാക്സീഡ് ജെൽ. മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? ഇത് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ചെയ്യണമെന്നില്ല. ഒരാഴ്ചത്തേക്കുള്ളത് ഇതുപോലെ പ്രിപ്പയർ ചെയ്ത്, ഇത് ഒരാഴ്ച, ഒരു 10 ദിവസത്തേക്ക് വരെ ഇത് മതിയാകും ധാരാളം. ഇത് വേണമെങ്കിൽ നമുക്ക് ഹെയറിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഫേസിന് മാത്രമല്ല. അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നമ്മുടെ ജെൽ നല്ല തണുത്ത് കഴിഞ്ഞു, കാണുന്നുണ്ടല്ലോ. ഇത് എന്നാണ്ട് അലോവേറ ജെല്ല് പോലെയോ എഗ് വൈറ്റ് പോലെയൊക്കെ ഇരിക്കുന്നു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിക്കാം. ഇങ്ങനെ ഒരു കുപ്പിയിലേക്ക് മാറ്റണം. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇത് നോക്കിക്കോളൂ, കുപ്പിയിലേക്ക്. ഓ മൈ ഗോഡ്, ഭയങ്കര തിക്കൊരു ജെല്ലായിട്ടാണ് വരുന്നത്, ഒറ്റ ഇതായിട്ട് വരുന്നുണ്ടോ? ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇത് പല കാര്യങ്ങളുടെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, അല്ലാണ്ട് നമുക്കിത് സ്ട്രെയിറ്റ് അവേ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തു. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ മുഖത്ത് തേച്ച് പിടിപ്പിക്കണം. ഇനി ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുഖം എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കും. നല്ലൊരു മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മളുടെ ഫേസിന് തരും, ഡ്രൈ ഔട്ട് ആകില്ല. പിന്നെ വളരെ നമ്മുടെ സ്കിന്ന് ചില സമയത്ത് നമ്മുടെ മുഖമൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു, ഒട്ടും തന്നെ ഒരു പ്രകാശമയമല്ല, ഒരു വല്ലാതിരിക്കുന്നു, ഡ്രൈ ആൻഡ് ഡള്ളായിരിക്കുകയാണെങ്കിൽ ഇത് പുരട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രൈറ്റ് ആകും, ഫേസ് നല്ലതായിട്ട് ബ്രൈറ്റ് ആകും. അപ്പോൾ എല്ലാ ദിവസവും ഉപയോഗിച്ചാലുള്ള കാര്യമല്ല ചോദിക്കുക. ഒരിക്കലും നമ്മുടെ സ്കിന്ന് ഡള്ളായിരിക്കില്ല, ഡ്രൈ ആയിരിക്കില്ല, എപ്പോഴും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കും. അതൊരു കാര്യം. പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സൺ UV റേസ് കൊണ്ടുണ്ടാകുന്ന എല്ലാ ഡാമേജും മാറ്റും. സ്കിന്നിനുണ്ടാകുന്ന ഒരു എന്താ പറയുക കേടുപാടുകളും സംഭവിക്കില്ല. പിന്നെ സണ്ണിൻ്റെ ടാൻ, ഒരു ഡാർക്ക് സ്പോട്ട്സും ടാനും ഒക്കെ വരുന്നില്ലേ, കരിവാളിപ്പ്, അതെല്ലാം നന്നായിട്ട് മാറ്റിത്തരും. ഇതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ ഇതിൽ വൈറ്റമിൻ ഇ ഉണ്ട്, omega-3 ഫാറ്റി ആസിഡ്സ് മാത്രമല്ല, വൈറ്റമിൻ ഇ ഉണ്ട്, ഞാൻ പറഞ്ഞില്ല മിനറൽസ് ഉണ്ട് ധാരാളമായിട്ട്. അത്തരം കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട്. പിന്നെ ഇതിലൊരു പ്രധാന കാര്യം ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറഞ്ഞൊരു കാര്യം ഉള്ളതുകൊണ്ട് റിങ്കിൾസ്, ഫൈൻ ലൈൻസ് എല്ലാം മാറ്റിത്തരും. റിങ്കിൾസും ഫൈൻ ലൈൻസും പോയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീർന്നു. ഇപ്പോൾ കണ്ണിനടിയിലുണ്ടാകുന്ന റിങ്കിൾസ്, കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ്, അങ്ങനത്തെ എല്ലാ കാര്യത്തിനും ഒരു പരിഹാരമാണ്. കാര്യം ഇതിൻ്റെ ഒരു നേച്ചർ കണ്ടല്ലോ, ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു സ്റ്റിക്കി ആയിരിക്കുന്നത് ആ ഒരു രീതിയിലുള്ള ഒരു നേച്ചർ ആയതുകൊണ്ട് തന്നെ ഇത് സ്കിന്നിനകത്തുണ്ടാകുന്ന സ്കിന്നിൻ്റെ പോസ് എല്ലാം തന്നെ ടൈറ്റൻ ചെയ്ത് സ്കിന്നിനെ നല്ല സ്ട്രോങ് ആക്കും. അതാണ് പ്രധാന കാര്യം. പിന്നെ സൺ ടാനൊക്കെ മാറ്റുന്നു, ഡാർക്ക് സ്പോട്ട്സ് മാറ്റുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് സ്കിന്നിന് കുറച്ചുകൂടെ കളർ വരുന്നു. ഞാൻ പറയുന്നത് വൈറ്റനിങ് ഓഫ് സ്കിന്നും സംഭവിക്കുന്നു. അതിൻ്റെ ഒരു പ്രോസസ്സാണ്. കാര്യം മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ഒറിജിനൽ കളർ തിരിച്ചു വരും. അതാണ് മറ്റൊരു കാര്യം. പിന്നെ ഇത് തന്നെ ഹണി, അതായത് തേനിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചാലിച്ചാൽ മുഖത്തുണ്ടായിട്ടുള്ള ആക്നയുടെ പാടുകൾ, പിമ്പിൾസിൻ്റെ പാടുകൾ, പിന്നെ അങ്ങനത്തെ ബ്ലെമിഷസ്, ചെറിയ ചെറിയ അടയാളങ്ങൾ, ഏതെങ്കിലും മുറിവുണ്ടായതിൻ്റെ അടയാളങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം സാവധാനം, അത് ഗ്രാജുവലി കുറേ ദിവസം കഴിയുമ്പോൾ ഫെയ്ഡായി മാറും.
അപ്പോൾ അതുകൊണ്ട് ഹണി ചേർത്ത് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യും. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കൊരു കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഇത് അലോവേറ ജെല്ലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തേക്കാം, ഹണിയുടെ കൂടെ മിക്സ് ചെയ്ത് തേക്കാം. അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം. അപ്പോൾ ഇതെന്തുകൊണ്ടും സ്കിന്നിൻ്റെ ഏജ് കുറയ്ക്കും. അതായത് സ്കിന്ന് വളരെ ചെറുപ്പമായിട്ടിരിക്കാൻ സൂക്ഷിക്കും, കളറ് കൂട്ടും, പിന്നെ എന്താ പറയുക, റിങ്കിൾസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചേർന്ന് വരുന്ന ഒരു മാജിക് റെമഡിയാണ്, അല്ലെങ്കിൽ മാജിക്കൽ ജെല്ലാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെൽ. അപ്പോൾ എല്ലാ ദിവസവും റുട്ടീനായിട്ട് ഇത് മുഖത്ത് പുരട്ടുക. അത് രാവിലെ ആണെങ്കിൽ രാവിലെ, രാത്രിയാണെങ്കിൽ രാത്രി, എപ്പോഴെങ്കിലും. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. പലതരം ജെൽസിനെ കുറിച്ച് പറയുന്നു, പലതരം എന്താ പറയുക, ഫേസ് പാക്കുകളെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം കൂടി എങ്ങനെ നടക്കുന്നതാണ്. ഇപ്പോൾ ഓയിൽ മസാജ് ഡെയിലി ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്കിൻ ടൈറ്റനിങ്ങിന് എഗ് വൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഗ് വൈറ്റ് ചിലർക്ക് അലർജിയാണ്. അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കിയിട്ട് ഇത് മാത്രം ചെയ്താൽ മതി. ഈ സ്കിന്ന് പിന്നെ എഗ് വൈറ്റ് പ്രയോഗം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഇത് തേച്ചിട്ട് ഇരിക്കുന്നത് വളരെ നല്ല. അപ്പോൾ എവറി ഡേ യൂസിനാണ് ഞാൻ പറയുന്നത്. ഞാനും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും പറ്റുന്നില്ലെങ്കിലും പറ്റും പോലെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് പുരട്ടി കാണിക്കാം. അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. കുറച്ചെടുക്കുക, എന്നിട്ട് നല്ല ക്ലീൻ ഫേസിൽ, അപ്പോൾ ഞാൻ ഫേസൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എപ്പോഴും നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ കൂടുതലും മുഖമൊക്കെ നന്നായിട്ട് കഴുകി തുടച്ചിട്ടൊക്കെ വരുന്നത്. ഓക്കെ, ക്ലീൻ ഫേസിൽ വന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും DIY കാണിക്കാൻ പറ്റുള്ളൂ, ഡെമോൺസ്ട്രേഷൻ. ഇതിങ്ങനെ എന്താ പറയുക, സ്റ്റിക്കി പോലെ ഇരിക്കും. ഇങ്ങനെ എന്താ പറയുക, അത് ഒരു അലോവേറ ജെല്ല് നമ്മൾ കയ്യിലെടുത്താൽ ഇങ്ങനെ ഇരിക്കും, അതുപോലെ. ഇത് വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ അടിഭാഗത്തും ചുറ്റുമുഖത്തെല്ലാം കുറച്ച് മതിയാവും. ഒരു ടീസ്പൂൺ തന്നെ ധാരാളം മതിയാകും. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളത് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കും. 1 വീക്ക് ഉണ്ടാക്കിയാൽ മതി. 1 മാസത്തേക്കൊന്നും ഉണ്ടാക്കണ്ട. അത് വലിയ പാടുള്ള കാര്യമല്ലല്ലോ. ഒന്നുകിൽ ഇങ്ങനെ തിളപ്പിക്കുന്ന മെത്തേഡ് ഞാനിപ്പോൾ കാണിച്ച പോലെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് രാവിലെ അതിൽ നിന്നും അരിച്ചെടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് അപ്വേർഡ് മൂവ്മെൻറ്റ്സ് ആൻഡ് സർക്കുലർ മൂവ്മെൻറ്റ്സ്. നിങ്ങൾക്കിത് എത്ര സമയം മസാജ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സമയം മസാജ് ചെയ്യാം. 5 മിനിറ്റ്സ് ആണെങ്കിൽ അങ്ങനെ, 10 മിനിറ്റ്സ് ആണെങ്കിൽ അങ്ങനെ, എത്ര വേണമെങ്കിലും. അത് കഴിഞ്ഞിട്ട് വിട്ടേക്കുക. അത് ഉണങ്ങി നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. ഈ മസാജ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അത് എല്ലായിടത്തും പിടിച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആകും. സ്കിന്ന് കുറേ അങ്ങോട്ട് അബ്സോർബ് ചെയ്യും. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ ഉണങ്ങിയിരിക്കും. ഓക്കെ, ഇനി ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഒരു 5 മിനിറ്റ് എന്തായാലും ഉണങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാനിത് വാഷ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ദേ നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആയി. അതായത് നമ്മൾ പുരട്ടിയിരുന്ന നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെൽ നല്ല ഡ്രൈ ആയി. മുഖത്ത് ഡ്രൈ മീൻസ് ഇങ്ങനെ പൊരിഞ്ഞ് അങ്ങനെ ഇളകുന്നൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മളുടെ മുഖത്തൊരു ജെല്ല് പുരട്ടിയിരിക്കുമല്ലോ, അപ്പോൾ അതെന്തായാലും നമ്മൾ വാഷ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. പിന്നെ ഇത് 15 അല്ല, ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂറൊക്കെ ഇട്ടാലും നല്ലതാണ്. എത്ര നേരം വേണമെങ്കിലും ഇട്ടുകൊണ്ട് നടക്കാം. രാവിലെ ഇതിങ്ങനെ പുരട്ടിയിട്ട് ഇങ്ങനെ നടന്നാൽ മതി പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത്രയും സമയം കൂടി ഇത് പിടിക്കുമല്ലോ. അതൊരു കാര്യം. നമുക്ക് എപ്പോൾ സമയം ഉണ്ടെങ്കിലും ആ സമയത്ത് ഇടുക. കൂടുതൽ സമയം നമ്മൾ വീട്ടിൽ നിൽക്കുന്നു, പുറത്തേക്ക് പോകണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ജെല്ലിങ്ങനെ പുരട്ടുക, ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല്. എന്നിട്ട് ഇങ്ങനെ കിടക്കുക. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് മസാജ് ചെയ്യുക, എന്നിട്ട് നടക്കുക. അപ്പോൾ നല്ല എഫക്റ്റീവായിരിക്കും. ഇനി ഞാനിതൊന്ന് തുടച്ച് മാറ്റാൻ പോകുന്നു. തുടച്ച് മാറ്റാം. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ കോട്ടൺ പാഡ് വെച്ചിട്ട്, സാധാരണ വെള്ളം, പ്യുവർ വാട്ടർ. ഇത് സത്യം പറഞ്ഞൊരു ക്ലെൻസറും കൂടിയാണ്. മുഖത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതും പോകും. ക്ലെൻസിങ് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഇത് പുരട്ടുന്നതിന് മുമ്പ് നമ്മൾ മുഖം വാഷ് ചെയ്യണ ആവശ്യം പോലും ഇല്ല. രാവിലത്തെ ഫേസ് വാഷ് പരിപാടിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് വെച്ചിട്ട് ജെല്ല് പുരട്ടിയിട്ട് നടന്നിട്ട് പിന്നെ നന്നായിട്ട് ഇതുപോലെ തുടച്ച് കഴിഞ്ഞാൽ ക്ലീനാകും സ്കിൻ. ഞാൻ ഒരു കോട്ടൺ പാഡ് ഫിനിഷ് ചെയ്തു. ഇനി അടുത്തതെടുത്തു. ഒന്നുകൂടി. പിന്നെ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും നെക്ക് പാർട്ട് ഇത്രയും ഭാഗം ചെയ്യണം കേട്ടോ. ഞാനിത് നമുക്ക് ഡെമോ കാണിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ ഇത്രയും ഭാഗം എല്ലാം പുരട്ടാനും വാഷ് ചെയ്യാനും. അതുകൊണ്ടാണ് ഫേസ് മാത്രം കാണിക്കുന്നത്. ഇനി ഒരു അല്പം കൂടി ഉണ്ട്, അതും കൂടി തുടച്ച് മാറ്റാം. തൊടുമ്പോൾ അറിയാൻ സാധിക്കും ആ ഒരു സിൽക്കി ഫീലിംഗ് ആണ് ഇത് കഴിയുമ്പോൾ.
നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒറ്റ പ്രാവശ്യം ഞാൻ തേച്ചിട്ടുള്ളൂല്ലോ, അപ്പോൾ തന്നെ ഒരു ബ്രൈറ്റനിങ് ഫീലിംഗ് ഇല്ലേ? കുറച്ചൊന്ന് മുഖം കുറച്ചുകൂടി ഒരു കളർ ഫീൽ ചെയ്യുന്നു. എപ്പോൾ നിങ്ങൾക്ക് പറയാം ഞാൻ അല്ലെങ്കിലും വെളുത്താണല്ലോ, അപ്പോൾ ചേച്ചിയുടെ മുഖത്ത് തേച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാം. പക്ഷേ വെളുത്ത ആൾക്കാരാണെങ്കിലും നമുക്കും ടാനൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, വെയിലത്ത് പോകുമ്പോൾ നന്നായിട്ട് ടാനാകും, കരിവാളിപ്പ് വരും, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ എപ്പോഴും വെളുത്തിരിക്കണം എന്ന് നിർബന്ധമില്ല. ഈ വെളുത്ത കളർ തന്നെ ഫെയ്ഡാകും ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ വിചാരിക്കുന്ന പോലെ ബ്രൈറ്റ് ആയിരിക്കില്ല, ആ ഗ്ലോ ഒക്കെ നഷ്ടപ്പെട്ട് ഡള്ളാകാറുണ്ട്. അപ്പോൾ ആ ഡൾനെസ് മാറ്റാനാണ് ഇങ്ങനത്തെ ഒരുപാട് DIYs ചെയ്യുമ്പോൾ നല്ല ഗുണം കിട്ടുന്നത്. അപ്പോൾ കളറല്ല ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ വെളുത്ത ആൾക്കാരാണെങ്കിലും കറുത്ത ആൾക്കാരാണെങ്കിലും കളർ മീഡിയം ആണെങ്കിലും എന്ത് കളറാണോ നമ്മുടെ സ്കിന്നിന്, ഏത് കളറാണെങ്കിലും അതല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആയിരിക്കണം, ഗ്ലോ ചെയ്യണം, നല്ല ഹെൽത്തി ആയിരിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ഹെൽത്തിനെസ് ഫീൽ ചെയ്യാനാണ് ഇത്തരം DIYs നമ്മളെ സഹായിക്കുന്നത്. ഇത് നോക്കിയേ, നല്ല ബ്രൈറ്റ് ആയില്ലേ? നല്ല ബ്രൈറ്റ് ഗ്ലോയി ഷൈനി ആയിട്ട് മാറിയെന്ന് എനിക്ക് സ്വയം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഇഫക്റ്റ് എത്രത്തോളം ആയിരിക്കും. എല്ലാ ടൈപ്പ് ഓഫ് കരിവാളിപ്പും പിന്നെ പാടുകളും ഒക്കെ ഗ്രാജുവലി ഫെയ്ഡ് ഔട്ട് ആകും. മുഖം നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും എല്ലാ സീസണിലും ചെയ്യാൻ പറ്റുന്നൊരു ഒരു റെമഡിയാണിത്. അപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് ഓയിലി സ്കിന്നെന്നോ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നെന്നോ പിന്നെ അങ്ങനത്തെ ഒരു കാറ്റഗറിയെ വരണില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സീസണിലും ചെയ്യാം. അപ്പോൾ വിൻ്റർ സീസൺ, സമ്മർ സീസൺ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഓൾ റൗണ്ടാണ്, ഓൾ റൗണ്ട് സീസണാണ്, സീസൺ ഓൾ റൗണ്ട്. ഓക്കെ, ആൻഡ് എല്ലാ സ്കിൻ ടൈപ്പിനും ചെയ്യാം. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഓക്കെ, അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്കിത് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ്. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. കാര്യം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സമയമുണ്ട്. അതായത് ഞാൻ മാഞ്ചസ്റ്ററിൽ പോയിരുന്ന സമയത്ത്, ഇപ്പോൾ 1 വർഷത്തിന് മേലെയായി, മോളുടെ വീട്ടിലായിരുന്നപ്പോൾ അവിടെ ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു DIY ആയിരുന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ അവിടെ തണുപ്പ് സമയമായിരുന്നു. ആ സമയത്ത് അവിടെ സ്കിന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആകുമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ സ്കിൻ, എനിക്ക് ആ ഒരു ക്ലൈമറ്റിൽ സ്കിന്ന് ഭയങ്കര മോശമാണ്, ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും ഞാനിത് ഈ ഒരു ഫ്ലാക്സീഡ് ജെല്ലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കായിരുന്നു എല്ലാ ദിവസവും. അത് തണുത്തും കൂടി ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതല്ലേ. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട്, പുറത്തേക്കൊന്നും അങ്ങനെ എപ്പോഴും പോകുന്നില്ലായിരുന്നല്ലോ, വീട്ടിൽ രാവിലെ തന്നെ ഇട്ടുകൊണ്ട് നടക്കും, കുറേ നേരം മുഖത്ത് കാണും, പിന്നെ കുളിക്കുന്ന സമയത്താണ് വാഷ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ. പക്ഷേ അതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിരുന്നു. എനിക്കതോട് പുറത്ത് താമസിക്കുന്നവർക്കെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അവിടുത്തെ അഡ്വേഴ്സ് ക്ലൈമറ്റ്, ഇപ്പോൾ ഈ വിൻ്റർ സീസണിലൊക്കെ പറ്റിയതാണ്. ത്രൂ ഔട്ട് ദ ഇയർ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് എനിക്ക് ഫീഡ്ബാക്സായിട്ട് കമൻറ്റ് ബോക്സിലൂടെ തരിക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്, ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.